ആ ക്യാമ്പസിലേക്ക് പോയി നോക്കൂ. അവിടെ ശരിക്കും നമ്മള് പിന്നെ ആശുപത്രി MK ഹാജിയുടെ പേരിലാണ്, കോളേജ് ബോക്കർ സാഹിബിന്റെ പേരിലാണ്, അറബിക് കോളേജ് KM മൗലവിയുടെ പേരിലാണ്, അവിടെയുള്ള പിന്നെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് CD സാഹിബിന്റെ പേരിലാണ്, എല്ലാമാണ്. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചോര നീരാക്കിയ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും എല്ലാം പേരിൽ അവിടെ സ്ഥാപനങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അവരുടെ സന്തോഷകരമായ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സമയം ഒരുപാട് വൈകി. മൗലവി സാഹിബ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗങ്ങളിൽ KM മൗലവി സാഹിബും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും കൂടി ഒരു പരിപാടിയിൽ ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമോ, ആ പരിപാടിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ തുടർച്ച എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ പൊതുവായ നന്മക്കു വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ സ്വാഭാവികമായും ഉണ്ടാകും. ആ പ്രാർത്ഥനകൾ അടങ്ങുന്ന അവസാനത്തെ പ്രസംഗം നിർവഹിക്കാൻ ബാഫക്കി തങ്ങൾ ഒരിക്കലും സന്നദ്ധമാവുകയില്ലായിരുന്നു KM മൗലവി സ്റ്റേജിലുണ്ടെങ്കിൽ. കാരണം KM മൗലവിയോട് അത്ര വലിയ ആദരവായിരുന്നു ബാഫക്കി തങ്ങൾക്ക്. ബാഫക്കി തങ്ങൾ KM മൗലവിയെ കൊണ്ട് തന്നെ ആ പ്രസംഗം നിർവഹിപ്പിക്കുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതിയുടെ യോഗം നടക്കുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ KM മൗലവി ആ യോഗത്തിലേക്ക് നടന്നു വന്നാൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് KM മൗലവിയുടെ രണ്ട് കൈയും പിടിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള കസേരയിൽ അദ്ദേഹത്തെ ഇരുത്തുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വേറൊരു നേതാവ് വന്നാലും ബാഫക്കി തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന പതിവില്ല. ബാഫക്കി തങ്ങൾ കൈപ്പിടിച്ച് സ്വന്തം ചാരത്തിരുത്തുന്ന മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിലെ ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് KM മൗലവിയാണ്. ഞാൻ പറയുന്നത് അതായിരുന്നു KM മൗലവി. അദ്ദേഹം സമുദായത്തിന് നൽകിയ സംഭാവനകളുടെ വലുപ്പം അത്രയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ആ രീതിയിലുള്ള ഗുണഫലങ്ങളാണ് സമുദായത്തിന് സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം അത്രയും വിശുദ്ധമായിരുന്നു. അദ്ദേഹം അത്ര വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തെ കുതിര കയറാൻ ശ്രമിക്കുന്നവർ അവർ യഥാർത്ഥത്തിൽ ചരിത്രമറിയാത്തവർ മാത്രമാണ് എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ലോകം പുതിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഇസ്ലാം വിരുദ്ധ ശക്തികൾ പല രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ രീതികളിൽ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പുതിയ വിമർശനങ്ങൾ പടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങൾ പടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സമുദായം ഇപ്പോഴും വൈകാരികതയിലാണ്. ആ വൈകാരികതയുമായി ഊരു ചുറ്റുകയാണ്. പ്രവാചക സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അവിടെ ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുകയും ലോകത്തിന്റെ കാലത്തിന്റെ മാറ്റങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുകയും അവിടെ ഇസ്ലാമിക പ്രബോധനം എന്ന ദൗത്യം സുശക്തവും സുസജ്ജവുമായി നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം. പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, മുജാഹിദ് പ്രവർത്തകരെ, ഈ പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ പറയുന്ന ഈ മുജാഹിദ് എന്ന പദമുണ്ടല്ലോ, അള്ളാഹുവിനും പ്രവാചകനും വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുമെന്ന നമ്മുടെ പ്രതിജ്ഞ, ആ ജിഹാദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ജിഹാദ് എന്ന് പറയുന്നത് വാളും തോക്കും ആയുധവും എടുത്തുകൊണ്ടുള്ള ജിഹാദല്ല, മറിച്ച് ഇസ്ലാമിനെ വളരെ ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ജിഹാദാണ്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ത്രാണിയോടുകൂടി മറുപടി പറയുക എന്ന ജിഹാദാണ്. ആ ജിഹാദ് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അതുതന്നെയാണ് ചരിത്രത്തിന്റെ പാഠം. അതുതന്നെയാണ് ചരിത്രം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. ആ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധമായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചരിത്രം ആവർത്തിക്കുവാൻ കഴിയും. പടച്ച തമ്പുരാന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും. പൂർവികരായ നമ്മുടെ നേതാക്കളുടെ പൈതൃകം നിലനിർത്താൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.